നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ആ നോമ്പ് നമ്മൾ പിടിച്ചുകൊണ്ട് രാവും പകലും നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്താൻ കഴിഞ്ഞത്? വെറും ഒരു പട്ടിണി മാത്രമാണോ? അതല്ലെങ്കിൽ ഈ പട്ടിണി കൊണ്ട് പ്രയോജനമുണ്ടോ? നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നോമ്പ് അള്ളാഹു നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമോ? അതോ ഈ റമദാൻ മാസത്തിന്റെ കരം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്ക് കഴിയുമോ എന്ന് ഞാനും നിങ്ങളും സ്വന്തമായിട്ട് വിലയിരുത്തേണ്ട സമയമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ. ആ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് സ്വർഗം ചോദിക്കാനല്ല, നരകമോചനം ചോദിക്കാനല്ല, എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണം ചോദിക്കാനല്ല. ഈ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസം നീ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, പടച്ചവനെ നീ എനിക്ക് റഹ്മത്ത് താ, അല്ലാ നീ എനിക്ക് റഹ്മത്ത് താ, പടച്ചവനെ നീ എന്നോട് കരുണ കാണിക്കണം, നീ എനിക്ക് റഹ്മത്ത് തരണം, നിന്റെ കാരുണ്യമാണ് എനിക്ക് വേണ്ടത്, നിന്റെ കരുണയാണ് എനിക്ക് വേണ്ടത് എന്ന് ദുആ ചെയ്യാൻ അള്ളാഹു 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ട് ആ 10 ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ?